ഇത് ചെയ്തിട്ടും തീരില്ലല്ലോ. എടാ ഇനിയും ഉണ്ടോ ഒരുപാട് ചെയ്യാനായിട്ട്. ഇന്നലെ തന്നെ മൊത്തം തീർത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലേ. എന്തോ എടാ ഇന്നലെ സാഗറിന് മാനി രഹസ്യം കണ്ടുപിടിച്ചപ്പോ നീ അല്ലേ എല്ലാ പണിയും കൂടി ഓടിപ്പോയത്? ഞാൻ മാത്രമാണ് ഓടിപ്പോയത്. നീ പഠിച്ചിട്ട് പോയത് തന്നെയല്ലേ? അതിന് ഞാനിപ്പം ഖേദിക്കുന്നു. ഞാനും ഖേദിക്കുന്നുണ്ട്. എടാ പിന്നെ ഈ ഡെക്കറേഷൻ ഒന്നും അത്ര പെട്ടെന്ന് ഒഴിവാക്കട്ട. ഈ ഹാപ്പി ക്രിസ്മസ് നെയ്തേ മാത്രം ഒഴിവാക്കിയാൽ മതി. അതെന്താ? എടാ മണ്ട, അടുത്ത ആഴ്ചയല്ലേ ന്യൂ ഇയർ. അപ്പൊ ഈ ഡെക്കറേഷൻ ഒക്കെ അതിന് ഉപകരിക്കല്ലോ. നൈസ് ഐഡിയ. താങ്ക് യു താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. രാവിലത്തെ രണ്ടുപേരും നല്ല മൂഡിലാണല്ലോ. താരണ കാണുമ്പോ അത്ര ഇതൊന്നും തോന്നില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മായ നാട്ടിൽ പോയതുകൊണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ അതായിരിക്കും. ഈ ആഘോഷമൊക്കെ ഒന്ന് കൊടുക്കുമ്പോഴേ ഞാനും ഓക്കെ ആയിക്കോളൂ. ഓക്കെ ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ കളറങ്ങ് കുറയും. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഇനിയിപ്പോ ഈ ഡെക്കറേഷൻ പണിയിൽ ഇപ്പം താരേണ്ട ഹെൽപ്പ് ഒന്നും വേണ്ട. പക്ഷെ താരേണ്ട ഹെൽപ്പ് വേണ്ട ഒരു വേറൊരു കാര്യമുണ്ട്. അല്ലേടാ മനു? അതെ അതെ. അത് വേറൊരു കാര്യം. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ വേറൊരു രഹസ്യം കണ്ടുപിടിക്കാൻ നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അത് കണ്ടുപിടിച്ചു. രഹസ്യോ? എന്ത് രഹസ്യം? അത് സർപ്രൈസ് ആണ്. പക്ഷെ ഞങ്ങളത് താരോട് പറയും. പക്ഷെ അത് കഴിയുമ്പോ ഞങ്ങൾക്ക് കുറച്ച് സഹായങ്ങൾ വേണ്ടി വരും. അത് താര ചെയ്തു തന്നാ മതി. നിങ്ങൾ കാര്യം എങ്ങനെയാന്ന് പറയാണ്ട് ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാ? ഇന്നിപ്പോ താര അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇന്ന് ഇവിടെ എല്ലാവർക്കും ഒരു പാർട്ടി മൂഡായിരിക്കണം. ബാക്കിയൊക്കെ പിന്നെ നോക്കാം അല്ലേ? അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ തീർച്ചയായും വിളിച്ചിരിക്കും. ആഘോഷങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അവിടെ എന്താ അവസ്ഥ? ആണല്ലേ? ഓക്കെ 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 ശരി ശരി ആയിക്കോട്ടെ, ഞാൻ വിളിക്കാവേ. സോറി സോറി സോറി. എന്റെ താര, നീ ക്രിസ്മസ് ആഘോഷം തുടങ്ങുന്നതിന് മുമ്പേ അടിച്ച് ഓഫായോ? എടാ സോറി, ഞാൻ എന്തോ ആലോചിച്ചു വന്നാ പറയാതെ മുട്ടിയതാ. എന്താ അതിന് മാത്രം ആലോചിക്കാം? അതാ മനു രാകേഷും എന്തൊക്കെയോ പറഞ്ഞു കേട്ടപ്പോ ആകെ ടെൻഷനായി പോയതാ. എന്ത് പറഞ്ഞു? അങ്ങനെ എന്താന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞില്ല. പക്ഷെ എന്തോ രഹസ്യം അറിയുന്ന രീതിയിൽ അവര് സംസാരിച്ച്. എന്ത് രഹസ്യം? ഇവിടെ പറയുന്ന ഒരൊറ്റ രഹസ്യമേ ഉള്ളൂ. അത് മായയും സാഗറും തമ്മിലുള്ള രഹസ്യമാണ്. അറിഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയത്. ആ രഹസ്യം കണ്ടുപിടിക്കാൻ എന്റെ കുറച്ച് സഹായം വേണ്ടി വരുന്ന അവര് പറഞ്ഞു. അപ്പൊ അവരതന്നെയല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് കാര്യമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കേ. എന്തായാലും മായ ഇവിടെ ഇല്ലാത്ത നന്നായി. അതുകൊണ്ട് അവന്മാർ മണ്ടത്തരൊന്നും കാണിക്കൂല. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൈയോടെ പിടിച്ച ആളാവാനെ അത് നോക്കുള്ളൂ. അപ്പം മായ തിരിച്ചു വരുന്നവരെ നമുക്ക് സമയമുണ്ട്. അതന്നെ അവരുടെ ഉദ്ദേശം തോന്നുന്നു. ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ക്രിസ്മസ് ആഘോഷമൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ, അങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചേ. അപ്പൊ അത് തന്നെ ആയിരിക്കും പ്ലാൻ. മായ തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാനായിരിക്കും. അവര് വെയിറ്റ് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും. എന്തേലും വഴി കണ്ടുപിടിക്കണമല്ലോ. എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഞാൻ സാഗറിനോട് സംസാരിച്ചിട്ട് വരാം. ഓക്കെ? ഓക്കെ സർ, ഹാപ്പി ക്രിസ്മസ്. ശരി, എന്താടാ ക്രിസ്മസ് പരിപാടി? ക്രിസ്മസ് പരിപാടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കെതിരെ ഓഫീസിനകത്തിന് വൻ പണി നടക്കുന്നുണ്ട്. എന്ത് പണി? നിന്റെ ആത്മമിത്രങ്ങൾ തന്നെയാണ് പണിയുന്നത്, ആ മനുവും രാകേഷും. നീയും മാനും തമ്മിലുള്ള കാര്യം അവരെങ്ങനെയോ മണം തറഞ്ഞിട്ടുണ്ട്. എടാ വെറുതെ ചുമ്മാ പറയരുത്. വെറുതെ ഇതൊക്കെ ചുമ്മാ പറഞ്ഞു നടക്കാനുള്ള എൻ്റെ പണി. ഇവന്മാരിതെങ്ങനെ അറിഞ്ഞു? അവന്മാരെങ്ങനെ അറിഞ്ഞു എന്നല്ല, അവന്മാരത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെ ആയിരിക്കും. ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തെന്നല്ലേ? എടാ അലിവ കഷ്ണത്തിൻ്റെ പുറകെ ആർത്തി മൂത്ത് നടന്ന പോലെ നീ അവളുടെ പുറകെ നടക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവന്മാരിത് കാണുന്നുണ്ടാവുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് വേണം. അവന്മാരെന്തെങ്കിലും മനസ്സിൽ കാണുമ്പോൾ നമ്മളത് മാനത്ത് കാണണം. അപ്രതീക്ഷിതമായിട്ട് അവന്മാർക്കൊരു പണി കിട്ടിയാലോ? അവന്മാർ ഒതുങ്ങില്ല. അതൊതുങ്ങും. പക്ഷെ എന്ത് പണി കിട്ടാനാണ്? അത് ഞാൻ ഏറ്റു. കൊണ്ടുപോയി ഇനി മുങ്ങിയതാണോ?
ഇപ്പോഴാണ് ഇതൊരു ഓഫീസായത്. പൊളിയുണ്ടല്ലേ? അത്ര പൊളിയായിട്ടൊന്നുമില്ല. ഓ, അത്ര പൊളിയല്ലെങ്കിലും ഞങ്ങൾ ഏറ്റതുപോലെ ഓഫീസൊക്കെ അടിപൊളിയാക്കി ഞങ്ങള്. നീയും നിന്റെ സാഗർ സാറും പറഞ്ഞ പോലെ എവിടാ ക്രിസ്മസ് പാപ്പ? സാഗർ സാറ് പറഞ്ഞാണെങ്കിൽ പുള്ളി ക്രിസ്മസ് പാപ്പനെ കൊണ്ടുവന്നില്ല. ഓ, വരാന്ന് പറഞ്ഞ ക്രിസ്മസ് പാപ്പയും വന്നിട്ടില്ല, കൊണ്ടുവരാന്ന് പറഞ്ഞ സാഗർ സാറും വന്നിട്ടില്ല. ഇത് മുങ്ങിയ തന്നെ. സാഗർ സാർ എന്തിനു മുങ്ങണം? സാറ് വരും. ഓ വരും, നോക്കിയിരുന്ന വരും. എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് പപ്പ? ആഹാ, കുഴപ്പമില്ല. അതെന്താ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തവരെ? അടിപൊളിയായിട്ടില്ലേ? അത്രയ്ക്കൊന്നും പോരാ. എന്താ രാജേഷ് എനിക്കൊരു കുഴപ്പം? ഈ സൗണ്ട് ഞാൻ എവിടെയോ സാറ് വന്നത് ആരും പറഞ്ഞില്ല. അതൊക്കെ ഈ സാഗറിന്റെ പരിപാടിയല്ലേ? ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു സർപ്രൈസ് എന്നൊക്കെ വിചാരിച്ചു. ഇത്ര നല്ലൊരു ദിവസമായതോടെ സാറ് വന്നതിന് ഭയങ്കര സന്തോഷം. ഹാപ്പി ക്രിസ്മസ് സാർ. താങ്ക് യു തര. ആൻഡ് വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ്. അപ്പോ സർ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ഞാൻ കൊടുത്തോളാം. സാർ ഒരു നമുക്ക് അകത്തേക്ക് പോവാം. വാ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് കേട്ടിട്ടില്ലേ? ഇനി കാണുകയും ചെയ്യാം. രണ്ടുപേർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നിനക്ക് ഹാപ്പി ക്രിസ്മസ്.